ഒരു ബോട്ടിലിരിക്കുന്നുണ്ടായിരുന്നു, ഒരു വാട്ടർ ബോട്ടിൽ. അപ്പോൾ ആ വാട്ടർ ബോട്ടിലിൽ ഫുള്ള് വെള്ളം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഈ ഇടയ്ക്ക് ഞാൻ വെള്ളമൊന്നും കുടിക്കാറില്ല അത്ര. പണ്ട് സ്കൂൾ സമയത്തൊക്കെ ഒരുപാട് ഞാൻ വെള്ളം കുടിക്കുമായിരുന്നു. എപ്പോഴും ബോട്ടിൽ റീഫിൽ ചെയ്യണം, 2 ബോട്ടിൽ കൊണ്ടുപോകണം. പെട്ടെന്ന് വെള്ളമൊക്കെ തീർത്ത് വീട്ടിലേക്ക് വരുന്ന ഒരു കാറ്റഗറി ആയിരുന്നു ഞാൻ. അപ്പം ഞാൻ ആലോചിച്ചു, ആ ഒരു സമയത്ത് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നൊരിതാണ്, വെള്ളം കുടിക്കാനായിട്ട് നമുക്ക് ടീച്ചർമാരോട് പെർമിഷൻ എടുക്കണം. എല്ലാ ടീച്ചർമാരും അങ്ങനെയാണോ എന്ന് വെച്ചാൽ അല്ലായിരുന്നു, പക്ഷെ ചില ടീച്ചർമാരൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ബോട്ടിൽ തുറന്നിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്നതിന് മുന്നേ ടീച്ചറോട് പെർമിഷൻ ചോദിക്കണം. ടീച്ചർ കുടിക്കരുത് പറഞ്ഞു കഴിഞ്ഞാൽ കുടിക്കില്ല, അത്ര തന്നെ. ഇത് എന്തിനായിരുന്നു ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. എന്ത് ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടാണോ ഒരു തുള്ളി വെള്ളം കുടിക്കണമെങ്കിൽ നമ്മൾ പെർമിഷൻ ചോദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഫുഡ് കഴിക്കാനാണെങ്കിൽ അതിൻ്റേതായ ഒരു ബ്രേക്ക് ഉണ്ട്, ആ സമയത്തേ എല്ലാവരും ഫുഡ് കഴിക്കുള്ളൂ. അതുകൊണ്ട് അണ്ടർസ്റ്റാൻഡബിൾ, അവരൊരു ഡിസിപ്ലിൻ ബിൽഡ് ചെയ്ത് വരുന്നു, ഓക്കെ. പക്ഷേ വെള്ളം കുടിക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് സമയമോ കാലമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ വേണമെങ്കിലും നമുക്ക് കുടിക്കാം ദാഹിക്കുമ്പോൾ. എന്നാൽ പോലും ചില ടീച്ചർമാർ അതിനുവേണ്ടി വിഷയങ്ങൾ ഉണ്ടാക്കണമെന്ന്, ഞങ്ങളോട് ചോദിച്ചിട്ടില്ല, ഞങ്ങളോട് ചോദിക്കാതെ പെർമിഷൻ എടുക്കാതെ എങ്ങനെ വെള്ളം കുടിക്കുന്നു, എണീറ്റ് നിർത്തിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ചെറിയ ക്ലാസ്സുകളിൽ. അപ്പം ഞാൻ ആലോചിച്ചു, ഒന്ന് വെള്ളം കുടിക്കണമെങ്കിലോ വെള്ളം തീർന്നാൽ റീഫിൽ ചെയ്യണമെങ്കിലോ ഒക്കെ പെർമിഷൻ ചോദിക്കണം. റീഫിൽ ചെയ്യുന്നത് ഓക്കെ, ക്ലാസ്സിൻ്റെ പുറത്ത് പോകുമെന്നെങ്കിലും വിചാരിക്കാം. പക്ഷേ ഒരു ക്ലാസ്സിലിരുന്നിട്ട് അരമണിക്കൂർ കൂടുമ്പോൾ വെള്ളം കുടിക്കുന്നതിന് വരെ പെർമിഷനാണ്. ഇതൊന്നും പോരാതെ നമ്മൾ വാഷ്റൂം യൂസ് ചെയ്യുക അല്ലെങ്കിൽ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതിന് നമുക്ക് പെർമിഷനാണ്. അതായത് ഇതൊക്കെ വെള്ളം കുടിക്കുക, വാഷ്റൂം യൂസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു ബേസിക് കാര്യമാണ്. അതായത് ഒരു 6 മണിക്കൂറുള്ള സ്കൂളിങ്ങിൽ 1 വട്ടോ 2 വട്ടം മാത്രം കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഓരോ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് വേരിയേഷൻ വരുന്ന സംഭവമാണ്. ഇതിലെന്ത് ഡിസിപ്ലിനാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് സ്കൂളിൻ്റെ അകത്തുള്ള ടോയ്ലറ്റിൽ തന്നെ നമ്മൾ ക്ലാസ് റൂം വിട്ടിട്ട് പോകുമ്പോൾ എന്തിനാണ് പെർമിഷൻ ചോദിക്കുന്നത്? അതായത് നമ്മൾ നമ്മുടെ വീട്ടിലെ ഒരു റൂമിൽ നിന്ന് ടോയ്ലറ്റ് പോകുമ്പോൾ പാരൻസിനോട് പെർമിഷൻ ചോദിച്ചിട്ടാണോ? അല്ല. ഇതൊന്നും പോരാണ്ട് ചില ടീച്ചർമാർ പറയുമായിരുന്നു, അതായത് ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ടീച്ചർ വരുന്നതിന് മുന്നേ ഉള്ള ഗ്യാപ്പിൽ നിങ്ങൾക്ക് പോയി വരാം. അതായത് എത്രയൊക്കെ സമയം കിട്ടിയിട്ടും പഠിപ്പിച്ച് തീരാതെ ഒരു മില്ലി സെക്കൻഡ് പോലും ഗ്യാപ്പില്ലാതെ അടുത്ത ടീച്ചർ ഡോറിൻ്റെ അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു സ്കെഡ്യൂളായിരുന്നു ഞങ്ങൾക്കൊക്കെ. അതിൻ്റെ ഇടയിൽ ഏത് ഗ്യാപ്പിൽ എങ്ങോട്ട് പോകുന്ന കാര്യമാണ് ആലോചിക്കാൻ പോലും വയ്യ. ആൻഡ് അതിന് പെർമിഷൻ ചോദിക്കുന്നതൊക്കെ വിട്, ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടൊരു പെർമിഷൻ പേടിച്ച് കഴിഞ്ഞാൽ അടുത്ത കാര്യമാണ്, ഓൾറെഡി ഒരു കുട്ടി വാഷ്റൂമിലാണ്, അവർ വരട്ടെ എന്നിട്ട് അടുത്ത ആൾ പോകും. അതായത് ഗേൾസ് വാഷ്റൂം വേറെ, ബോയ്സ് വാഷ്റൂം വേറെ. ഇതിനകത്ത് തന്നെ 4-5 റൂമുണ്ട് എല്ലാവർക്കും. ആൻഡ് അവിടെ ഒരാൾ ഓക്യുപ്പൈഡ് ആണെങ്കിൽ വെയിറ്റ് ചെയ്യാനുള്ള ബോധം നമുക്കുണ്ട്. എന്നിട്ടും ഒരാൾ വരട്ടെ, നമ്മളവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? ഇനിയിപ്പോൾ അവിടെ ഫുള്ളാണോ? അതല്ലേ, ഒരാളെ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് പോയിട്ടുള്ളൂ, അവിടെ നമ്മൾ പോയി വെയിറ്റ് ചെയ്ത് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താണ്? ഇതിനൊക്കെ പെർമിഷൻ എടുത്തു. എന്നിട്ടിപ്പോൾ നമ്മൾ എവിടെ ഇരിക്കണം? നമ്മൾ കോളേജിലെത്തി, ഇവിടെ പെർമിഷൻ ചോദിച്ചിട്ടാണ് നമ്മൾ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ വാഷ്റൂമിൽ പോകുന്നത്. ഇപ്പം നമ്മുടെ ലൈഫിൽ ഈ ഡിസിപ്ലിൻ വെച്ചിട്ട് എന്ത് മാറ്റമാണ് നമുക്ക് വന്നിട്ടുണ്ട്?